വയസ്സുള്ള അപ്പൻ്റെ പാങ്ക്രിയാസിലെ കല്ലുകൾ നിറഞ്ഞ പാങ്ക്രിയാസിലെ ഓപ്പറേഷന് ഇനി ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നതിന് സുഖപ്പെടാത്ത പാങ്ക്രിയാസിലെ ഓപ്പറേഷൻ നടത്താൻ 92 വയസ്സുകാർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈദ്യശാസ്ത്രം റിജക്റ്റ് ചെയ്ത പാങ്ക്രിയാസിലെ എന്താ ചെയ്യണത്? സൈത്യം പൂശിട്ട് പറയും, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ. അപ്പം നാമമാണ് അവിടുത്തെ പ്രധാനപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ നാമം ഉന്നതമായ നാമമാണ്. ഫിലിപ്പിയർ 2:7 അനുസരിച്ച് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ. അപ്പം എൻ്റെ കർത്താവെന്ന് പറയാൻ കഴിയണം. ഞാനൊക്കെ നമ്മുടെ കർത്താവെന്ന് ഞാൻ പറയാറില്ല ഒരിക്കലും. പ്രാർത്ഥനയിൽ എൻ്റെ കർത്താവെന്ന് പറയത്തുള്ളൂ. നിങ്ങൾ കേട്ടിട്ടില്ലേ? എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാം. അതായത് ഞാൻ ഈ 65 കൊല്ലം അല്ലെങ്കിൽ 61 കൊല്ലം 4 വയസ്സിലാണ് എനിക്ക് വിശ്വാസം കിട്ടുന്നത്. അപ്പോൾ ഈ 4 വയസ്സിന് തൊട്ട് ഇന്ന് വരെ ഞാൻ അനുഭവിച്ച ഒരു ക്രിസ്തുവുണ്ട്. അതെല്ലാത്തേക്ക് ഉന്നതമായൊരു ക്രിസ്തുവാണ്. ആരും എന്നെ പഠിപ്പിച്ച ക്രിസ്തുവല്ല, അനുഭവത്തിലൂടെ ഞാൻ കണ്ടറിഞ്ഞ എൻ്റെ കുടുംബത്തിൻ്റെ വിശുദ്ധമായ അപ്പൻ്റെ വിശ്വാസ പാരമ്പര്യത്തിൽ നിന്ന് കണ്ട് മനസ്സിലാക്കിയ ദൈവത്തെ സഭ എനിക്ക് താത്വികമായി പഠിപ്പിച്ചു തന്നു. സഭയുടെ പഠിപ്പിച്ചു തന്ന മൊത്തം ഞാൻ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ക്ലാസ്സിൽ കൃത്യമായിട്ടിരുന്നത് പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ സഭയും കുടുംബവും കൂടി കൈമാറിയ ക്രിസ്തുവുണ്ട്. അതാണ് എൻ്റെ കർത്താവ്. അതിനെ ഞാൻ ആപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ അഗ്നി പരീക്ഷകളിലൂടെ ക്രിസ്തുവിൻ്റെ കുരിശ് ഞാൻ കയ്യിൽ നിന്ന് കളയാതെ ഞാൻ കുരിശ് ഈ തീ കടൽ നീന്തി കടന്ന ചരിത്രം എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അതിൽ എന്നെ കൂടെ സഹായിച്ച കർത്താവാണ് എൻ്റെ കർത്താവ്. ഇപ്പോൾ സ്പിരിറ്റ് ഓഫ് മേരി എന്ന് പറയത്തില്ല, മറിയത്തിൻ്റെ ആത്മാവ്. മറിയത്തിൽ ഇറങ്ങി വസിച്ച് രക്ഷണകൃത്യം പൂർത്തിയാക്കിയ മറിയത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കിയതാണ് മറിയത്തിൻ്റെ ആത്മാവ്. ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട്, കർത്താവിൻ്റെ ആത്മാവുണ്ട്. എവിടെയെല്ലാം വ്യത്യസ്തമായ രീതികളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൗത്യം പൂർത്തിയാക്കുമ്പോൾ അത് അവരുടെ പേരിൽ അറിയപ്പെടും. അതുപോലെ എൻ്റെ കർത്താവെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതാനുഭവത്തിലൂടെ കർത്താവിന് സുവിശേഷമാകാനും സുവിശേഷമേകാനും വേണ്ടി കടന്നുപോയ അഗ്നിപരീക്ഷയുടെ കാലഘട്ടങ്ങളിൽ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നേറിയ സാക്ഷ്യം വഹിച്ചിട്ടുള്ള കാര്യം ആണ്. അത് പ്രഖ്യാപിക്കും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ. പിന്നെ എന്താണ്? സഭയാണ് എനിക്ക് പൗരോഹിത്യം നൽകുക. സഭയെ ഞാൻ അനുസ്മരിക്കും. എന്താ കാര്യം? സഭയില്ല പിന്നെ ഞാനില്ല. കാര്യം എന്താണ്? സഭയാണ് എനിക്ക് പട്ടം നൽകിയത്, കർത്താവിൻ്റെ അഭിഷേകം നൽകിയ കാര്യം. അപ്പോസ്തലികമായ അഭിഷേകം സഭയ്ക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എന്തെല്ലാം പ്രശ്നങ്ങൾ സഭയിലുണ്ടായിട്ട് ഞാൻ സഭയെ വിമർശിക്കാത്തതിൻ്റെ കാരണം എന്താ? സഭയെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിൽ നിന്ന് അച്ഛൻ വന്നിട്ട് എന്നോട് മൺസിഞ്ഞർ വന്നിട്ട് എന്നോട് കുറേ നേരം സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ സഭയ്ക്കെതിരെ ഒരിക്കലും സംസാരിക്കത്തില്ല. എന്താ കാര്യം? സഭയെ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കുന്നതാണ് സഭ. നമ്മൾ സഭയെ സംസാരിച്ചെതിരെ ഒരു പോറൽ വന്നാൽ പിന്നെ അത് നികർത്താൻ നമുക്ക് പറ്റത്തില്ല. ഗർഭിണികളുടെ ശരീരത്തിൽ കുഞ്ഞുങ്ങളെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ട് അമ്മയുടെ വയറിലൊക്കെ അമ്മേ ഈ വയറെന്ന് കുഞ്ഞുവാവ് എപ്പോൾ വരും എന്നൊക്കെ ചോദിച്ചിട്ട് പിള്ളേർ മാന്തത്തില്ലേ. അപ്പോൾ പിള്ളേരെ മാറ്റി നിർത്തും. എന്താ കാര്യം? പിള്ളേരുടെ കായ് നഖം വയറെ കൊണ്ടു കഴിഞ്ഞാൽ പാട് കിടക്കൂടാ. അതുപോലെ സഭയെ നമ്മൾ വിമർശിച്ചാൽ നമുക്കുമായിട്ട് പിന്നെ അത് ആ പാടായിട്ട് അവിടെ കിടക്കും. അതുകൊണ്ട് സഹിച്ച് സഭയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും സഹിച്ച് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. കാര്യം എന്താണ്? സഭയ്ക്ക് ആവശ്യമായത് വിശ്വാസികളുടെ സഹന പ്രാർത്ഥനകളാണ്. നമ്മൾ ഈ കാലത്തെ അതിജീവിക്കും. നമ്മൾ ഈ കാലത്തെ അതിജീവിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് സത്യവും നീതിയും പെരുമാറണം. അതിൻ്റെ അകത്ത് ഒരു ഭാഗമായിട്ട് ആരും ഞാൻ തിരിക്കത്തില്ല. ഞാൻ തിരിക്കണേ എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും നീതി കിട്ടണം, എല്ലാവരും കർത്താവിൻ്റെ കൃപയിലും ദൈവസ്നേഹത്തിലും നിലനിൽക്കണം. അതിനുവേണ്ടി നമ്മൾ സഹിച്ച് പ്രാർത്ഥിക്കും. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. അത് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ. പിന്നെന്താ പറയണത്? സഭയുടെ അധികാരത്തിൽ. പിന്നെന്താണ്? കുരിശിൻ്റെ അടയാളത്തിൽ. ദൈവത്തിൻ്റെ ശക്തി. കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തിയല്ലേ? ദൈവത്തിൻ്റെ ശക്തിയാൽ. അപ്പം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ. കുരിശിൻ്റെ അടയാളം എന്ന് പറയുന്നത് എന്താണ്? പാപത്തിന് പരിഹാരം ചെയ്ത് മനുഷ്യനെ വീണ്ടെടുത്തതിൻ്റെ വിജയചിഹ്നമാണ് കുരിശ്. കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി. കൃപയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. അപ്പം ആ സൗഖ്യം ഈ 92 വയസ്സുകാരൻ അനുഭവിച്ചിട്ട് അദ്ദേഹം ഇവിടുന്ന് സന്തോഷമായിട്ട് നടന്നു പോകുമ്പോൾ ആരാണ് സാക്ഷ്യം പറയുന്നത്? അദ്ദേഹമല്ലേ? അദ്ദേഹത്തിൻ്റെ ശരീരത്തിലല്ലേ പാങ്ക്രിയാസിൻ്റെ കല്ലുകൾ മാറിയെന്ന് അദ്ദേഹത്തിനാണ്. ഇങ്ങോട്ട് വന്ന ആളല്ല തിരിച്ചു പോണത്. അപ്പോൾ ആരാണ് ആദ്യം സാക്ഷ്യം പറയേണ്ടത്? വൈദ്യശാസ്ത്രമാണ്? അപ്പാപ്പനാണ്. പിന്നീട് പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഒറ്റ കല്ലും കാണാനില്ല. അപ്പോൾ പ്രഥമ സാക്ഷി ആരാണ്? ആ രോഗി അനുഭവിച്ച രോഗിയാണ്. രണ്ടാമത്തെ സാക്ഷിയാണ് ആര്? വൈദ്യശാസ്ത്രം.
ഇപ്പോൾ വൈദ്യശാസ്ത്രമാണ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗി അപ്രസക്തനാണെന്നും വിവരമില്ലാത്തവനാണെന്നും ചുമ്മാ വിവരമില്ലാത്തവർ കൊട്ടിക്കൊഴിക്കേണ്ടതാണത്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രോഗിയുടെ വിശ്വാസം സ്വീകരിക്കാനുള്ള കഴിവ് നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. അത് കൊണ്ടുപോയി കുറച്ച് മെഷീൻസിന് കൊടുത്തിട്ട് കാര്യമില്ല. വിശ്വാസം ഏറ്റുപറഞ്ഞിട്ട് ആ രോഗി വിശ്വാസം ഏറ്റുപറഞ്ഞത് കൊണ്ടല്ലേ അദ്ദേഹത്തിന് സൗഖ്യം കിട്ടിയത്. അവൻ്റെ വിശ്വാസത്തെയാണ് നമ്മൾ സാക്ഷീകരിക്കേണ്ടത്, അല്ല വൈദ്യശാസ്ത്രത്തിൻ്റെ കയ്യിരിക്കണ മെഷീൻസിനല്ല. നീ പറഞ്ഞത് കേട്ടിട്ട് 10 പേര് ക്രിസ്തുവിനെ അറിഞ്ഞെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയ കാര്യമാണ്. അതൊന്നും നടക്കാതെ ചുമ്മാ വായിത്തൊന്നിനെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് ദൈവിക നടപടികൾ വിമർശിക്കാൻ പോയാൽ അവർ വിശ്വാസികളല്ല, വിശ്വാസികളെക്കാൾ തരം താഴ്ന്നവരാണ്. ഓർക്കുക, നിങ്ങളുടെ ഉടമ്പടിയുടെ തലയെന്ന് പറയുന്നത് എന്താണ്? അത് വിശ്വാസ കൈമാറ്റമാണ്. ഇതിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ? തല എന്താണ്? വിശ്വാസ കൈമാറ്റം. അല്ല നിങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഇങ്ങനെ ഞാൻ 350 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ എടുത്ത് മരിച്ചു തെങ്ങമുട്ടത്തൊരു എറിയും, അല്ല എന്ത് ചെയ്യാനാണ് ഈ സാധനത്തിന്? ഇതിനൊന്നും അറിയത്തില്ല. ഞാൻ 350 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയെന്നാണ്. നീ 1 പ്രാവശ്യം ചെല്ലിയാൽ മതി, അതേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്താണ് പറയെന്താ? രണ്ടാമത്തത് അവൻ പറയണ പോലെ ചെയ്യണം. എന്ത് ചെയ്യണം? ആദ്യം വിശ്വാസ കൈമാറ്റം നടത്തണം. അതിന് നിനക്ക് സംസാരിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ 18 ഭാഷ പത്രമുണ്ട്, അതുകൊണ്ട് കൊടുത്തിട്ട് കാര്യം പറയണം നിങ്ങൾ. പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം എന്താണ്? അവൻ പറയണ പോലെ ചെയ്യണം. അത് ഹൃദയം എന്താണ്? നിൻ്റെ കാരുണ്യപ്രവൃത്തികളാണ്. കാരുണ്യപ്രവൃത്തികളാണ് നിൻ്റെ ഹൃദയം. ഉടമ്പടിയുടെ തലയെന്ന് പറയണത് വിശ്വാസ കൈമാറ്റവും ഉടമ്പടിയുടെ ഹൃദയം എന്ന് പറയണത് കാരുണ്യപ്രവൃത്തികളുമാണ്. ആ കാരുണ്യപ്രവൃത്തികളെന്ന് പറയുമ്പോൾ ജാതിയും മതവും നോക്കാതെ ആവശ്യക്കാരനെ കണ്ടെത്തിക്കണം. അല്ല നിങ്ങളുടെ ബന്ധുക്കൾക്കും സ്വന്തപ്പെട്ടവർക്ക് കൊടുക്കണമല്ല. ഉടമ്പടിയുടെ ഹൃദയം എന്ന് പറയണത് നീ അനുഭവിക്കുന്ന ദൈവസ്നേഹത്തെ മറ്റു മക്കൾക്ക്, ആവശ്യക്കാർക്ക് ജാതി മതം നോക്കാതെ കൈമാറണം. രോഗികൾക്കായാലും ആവശ്യത്തിലിരിക്കുന്നവർക്കായാലും ആരായാലും. അത് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ തരികിട പരിപാടിയല്ല, നിനക്ക് ചെയ്യാൻ പറ്റും. നിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് അവരെ സഹായിക്കേണ്ടത്. നിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അത് ചെയ്യണം. എന്താ? ദൈവസ്നേഹത്തോടെ ചെയ്യണം. അതാണ് എൻ്റെ ഹൃദയം എന്ന് പറയണത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ സംഭവം? പെട്ടെന്നാണ് ഉടമ്പടി പുതുക്കപ്പെടുന്നത്. ഉടമ്പടി കൃപാസനത്തിൽ വന്ന് പുതുക്കുന്നതിനേക്കാൾ ഉപരി നിൻ്റെ ജീവിതം ഉടമ്പടി പ്രകാരമാണെങ്കിൽ നിൻ്റെ ജീവിതം തന്നെ പുതുക്കിക്കൊണ്ടേയിരിക്കും ദൈവം.